UDF യോഗശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. മറുപടി പറഞ്ഞ മുഖ്യമന്ത്രിയും മന്ത്രിയുടെ തെറ്റുകളെ മൂടിവെക്കാനും ന്യായീകരിക്കുവാനുമാണ് ശ്രമിച്ചത്. ഇത് അക്ഷന്തവ്യമായ തെറ്റായി UDF വിലയിരുത്തുകയാണ്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മന്ത്രിയും ഇതുപോലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ ഒരു മന്ത്രിയെ ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മന്ത്രി പറഞ്ഞു, ഞാൻ പാർട്ടി പറഞ്ഞാൽ രാജിവെക്കുമെന്ന്. കേരളം പാർട്ടിയുടെ ഈ തീരുമാനത്തിന് കാതോർത്തിരിക്കുകയാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഈ കാര്യത്തിൽ ഉള്ള നിലപാട് തുറന്നു പറയണം. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും കേരളീയ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത മന്ത്രിയുടെ നടപടിയിൽ എന്ത് നിലപാടാണ് ഇടതുമുന്നണിയും CPM എടുക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ട സമയമാണ്. ഏതായാലും മന്ത്രി രാജിവെക്കാത്ത പശ്ചാത്തലത്തിൽ UDF ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നാളെ മൂന്നാർ സന്ദർശിക്കാൻ തീരുമാനിച്ചു. നാളെ അവിടെ നടക്കുന്ന UDF പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതാണ്. നാളെ വൈകുന്നേരം രക്തസാക്ഷി മണ്ഡപത്തിൽ UDF MLA മാർ വൈകുന്നേരം സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും UDF പ്രവർത്തകന്മാർ പ്രകടനവും പൊതുയോഗവും നടത്തുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നിയമസഭയിൽ എടുക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് രാവിലെ 8 മണിക്ക് UDF പാർലമെൻ്ററി പാർട്ടി യോഗം പ്രതിപക്ഷ നേതാവിൻ്റെ റൂമിൽ ചേരുന്നുണ്ട്. അസംബ്ലി സ്വീകരിക്കേണ്ട നിലപാടുകൾ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ വെച്ച് തീരുമാനിക്കും. ഒരു കാരണവശാലും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റുമായിട്ട് യോജിച്ചു പോകാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കരുതിയത് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഉയർന്ന നിലപാട് സ്വീകരിക്കുമെന്നാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഒരു മന്ത്രിയും ഇതുപോലെ ഉദ്യോഗസ്ഥന്മാരെ അപമാനിക്കുന്നു, IAS അപമാനിക്കുന്നു, മാധ്യമ പ്രവർത്തകന്മാർക്ക് നേരെ മ്ലേച്ഛമായ പരാമർശങ്ങൾ നടത്തുന്നു, സ്ത്രീകൾക്ക് നേരെ മ്ലേച്ഛമായ പരാമർശങ്ങൾ നടത്തുന്നു. ഒന്നല്ല, നിരവധി തവണ. എന്നിട്ടും ആ മന്ത്രിയെ തന്നെ സംരക്ഷിക്കുന്നത് എത്രമാത്രം നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് കേരളീയ സമൂഹം ചിന്തിക്കണമെന്നാണ് UDFന് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലുള്ള ജനങ്ങളുടെ വികാരം ഗവൺമെൻറ് കണക്കാക്കണം, ഇടതുപക്ഷ മുന്നണി കണക്കാക്കണം. വൈകിയാണെങ്കിലും മണിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം എടുക്കണമെന്നാണ് എനിക്ക് വീണ്ടും ആവർത്തിച്ച് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. രണ്ടാമതായി, ഇന്ന് പാർലമെൻറ്റ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് നിയമസഭാ അംഗത്വം 4 മണിക്ക് രാജിവെച്ചിട്ടുണ്ട്. സ്പീക്കർക്ക് 4 മണിക്ക് കത്ത് നൽകും. പ്രതിപക്ഷ ഉപനേതാവായി മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ഡോക്ടർ MK മുനീറിനെ നിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് ഇന്ന് സ്പീക്കർക്ക് കൈമാറുന്നതാണ്. ഇന്ന് കഴിഞ്ഞ യോഗത്തിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് മാറ്റാൻ ആഗ്രഹിക്കുന്നു.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF-ലെ രണ്ടാമത്തെ കക്ഷിയാണ്. അവരുടെ 5 മെമ്പർമാരാണ് UDF-ൽ പങ്കെടുക്കുന്നത്. ആ അംഗങ്ങളുടെ പേര് ഞാൻ വ്യക്തമാക്കട്ടെ. PK കുഞ്ഞാലിക്കുട്ടി, AT മുഹമ്മദ് ബഷീർ, KPA മജീദ്, ഡോക്ടർ MK മുനീർ, PV അബ്ദുൽ വഹാബ്. ഇത്രയും അംഗങ്ങളാണ് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് UDF യോഗത്തിൽ പങ്കെടുക്കുന്നത്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.